1954 മലയാള സിനിമയ്ക്ക് ആദ്യ ദേശീയ അംഗീകാരം നേടിക്കൊടുത്ത നീലക്കുയിൽ എന്ന ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു യുവ സംവിധായകൻ. പിന്നീട് ഓടയിൽ നിന്ന്, യക്ഷി, അരനാഴിക നേരം, അനുഭവങ്ങൾ പാളിച്ചകൾ, അച്ഛനും ബാപ്പയും, ചട്ടക്കാരി, ഓപ്പോൾ തുടങ്ങി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായകനേക്കാൾ പ്രാധാന്യം കഥാപാത്രങ്ങൾക്കായിരുന്നു. സംഭാഷണങ്ങളെക്കാൾ ശക്തി നിശബ്ദതയ്ക്കായിരുന്നു. വാണിജ്യ വിജയത്തിനൊപ്പം കലാമൂല്യവും ഒരുപോലെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലയാള സിനിമയിൽ യാഥാർത്ഥ്യബോധവും സാഹിത്യ ഗൗരവവും കൈകോർത്ത സംവിധായകരുടെ പട്ടികയിൽ ഇന്നും മുൻനിരയിൽ നിൽക്കുന്ന ആ പേര് KS സേതുമാധവൻ. ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതവും സിനിമകളും സംവിധാന ശൈലിയും മലയാള സിനിമയിൽ അദ്ദേഹം സൃഷ്ടിച്ച മാറ്റങ്ങളും വിശദമായി ഒന്ന് നോക്കാം. 1931 മെയ് 15 പാലക്കാട്ടാണ് K സുബ്രഹ്മണ്യം സേതുമാധവൻ ജനിച്ചത്. പിതാവ് സുബ്രഹ്മണ്യ അയ്യർ, മാതാവ് ലക്ഷ്മി അമ്മാൾ. കുടുംബാന്തരീക്ഷം വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ബാല്യകാലം മുതൽ വായനയോടും കലകളോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബയോളജിയിൽ ബിരുദം നേടി. ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നെങ്കിലും മനസ്സ് സാഹിത്യത്തിലും നാടകത്തിലും സിനിമയിലുമായിരുന്നു. 1950കളിൽ ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രം മദ്രാസ് ആയിരുന്നു. മലയാള സിനിമയിലെ ഭൂരിഭാഗം ചിത്രങ്ങളും അവിടെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് സിനിമയാണ് തന്റെ ജീവിതമെന്ന് ഉറപ്പിച്ച സേതുമാധവനും മദ്രാസിലേക്ക് യാത്രയായി. ഇന്നത്തെ പോലെ ഫിലിം സ്കൂളുകൾ അന്നുണ്ടായിരുന്നില്ല. ഒരു സംവിധായകനാകണമെങ്കിൽ പരിചയസമ്പന്നരായ സംവിധായകരുടെ കൂടെ വർഷങ്ങളോളം സഹസംവിധായകനായി പ്രവർത്തിക്കേണ്ടി വന്നു. സേതുമാധവനും അത് തന്നെയാണ് ചെയ്തത്. പ്രശസ്ത സംവിധായകൻ K രാംനാഥിന്റെ സഹായിയായി അദ്ദേഹം സിനിമയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചു. ഷോർട്ട് ഡിവിഷൻ, അഭിനേതാക്കളെ സംവിധാനം ചെയ്യുന്നത്, എഡിറ്റിംഗ്, ചിന്തിച്ചുള്ള ചിത്രീകരണം, ലൈറ്റിംഗ്, ക്യാമറ പ്ലേസ്മെന്റ്, ഓരോ മേഖലയിലും അദ്ദേഹം പ്രായോഗിക പരിചയം നേടി. പിന്നീട് LV പ്രസാദ് ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സിനിമാ പ്രവർത്തനങ്ങളും അടുത്തറിഞ്ഞു. ഈ പരിശീലനമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണുന്ന കൃത്യതയ്ക്ക് അടിത്തറയായത്. നീലക്കുയിൽ ഒരു നിർണായക അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. 1954 പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. സംവിധാനം P ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ് നിർവഹിച്ചത്. ഈ ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ സഹസംവിധായകനായി KS സേതുമാധവൻ പ്രവർത്തിച്ചു. അത് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി. നീലക്കുയിൽ വെറും ഒരു വിജയ ചിത്രമായിരുന്നില്ല. മലയാള സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും യഥാർത്ഥ ജീവിതത്തിലേക്കും കൊണ്ടുപോയ ചിത്രമായിരുന്നു അത്. ആ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്തത് സേതുമാധവന് യാഥാർത്ഥ്യബോധമുള്ള സിനിമയുടെ മൂല്യം നേരിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചു. സ്വതന്ത്ര സംവിധായകനാകുന്നത് സഹസംവിധായകനായി വർഷങ്ങളോളം പ്രവർത്തിച്ച ശേഷമായിരുന്നു. 1960 ഒരു സിംഹള ഭാഷാ ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായത്. തുടർന്ന് മലയാള സിനിമയിലേക്ക് അദ്ദേഹം എത്തി. 1961 പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരി അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. ഇത് പഴയ ക്രൈസ്തവ ഇതിഹാസ കഥയെ ആസ്പദമാക്കിയ സിനിമയായിരുന്നു. ഈ ചിത്രം വലിയ വാണിജ്യ വിജയമായില്ലെങ്കിലും ശാന്തവും നിയന്ത്രിതവുമായ ഒരു സംവിധാന ശൈലി നിരൂപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1960കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ പുരാണങ്ങളും മെലോ ഡ്രാമകളും കുടുംബകഥകളും ഒക്കെയായിരുന്നു മുഖ്യധാരയിൽ. എന്നാൽ സേതുമാധവൻ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് സിനിമ ഒരു വിനോദ മാധ്യമം മാത്രമായിരുന്നില്ല, മനുഷ്യരുടെ ജീവിതം പറയാനുള്ള ഒരു കലാരൂപമായിരുന്നു. സാഹിത്യത്തിൽ നിന്ന് കഥകൾ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. കഥാപാത്രങ്ങളുടെ മനഃശാസ്ത്രം, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ കേന്ദ്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഇന്നും കാലാതീതമായ ഒരു പ്രസക്തിയുണ്ട്. 1965 ഒരു സിനിമ പുറത്തിറങ്ങി. ഒരു സാധാരണ റിക്ഷാക്കാരന്റെ ജീവിതം പറഞ്ഞ ആ ചിത്രം മലയാള സിനിമയെ മാറ്റിമറി. P കേശവദേവിന്റെ നോവലിനെ ആസ്പദമാക്കിയ ആ സിനിമയുടെ പേര് ഓടയിൽ നിന്ന്. ആ ചിത്രത്തിലൂടെ സത്യൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്ന് കാഴ്ചവെച്ചു. സമൂഹം അവഗണിച്ച ഒരു സാധാരണ മനുഷ്യന്റെ ആത്മാഭിമാനവും സ്നേഹവും ത്യാഗവും ഇവയെല്ലാം അത്യന്ത ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്. സത്യൻ അവതരിപ്പിച്ച പപ്പു എന്ന കഥാപാത്രം ഇന്നും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയാണ് KS സേതുമാധവൻ എന്ന സംവിധായകന്റെ ഒരു പ്രധാന പ്രത്യേകത പ്രകടമാവുന്നത്. അദ്ദേഹം നായകനെ വലിയവനാക്കാൻ ശ്രമിച്ചില്ല, പകരം കഥാപാത്രത്തെ യഥാർത്ഥ മനുഷ്യനാക്കി. അതാണ് പ്രേക്ഷകർ പപ്പുവിനെ ഇന്നും ഓർക്കാനുള്ള കാരണം. KS സേതുമാധവന്റെ സിനിമകളിൽ ഒരു പ്രത്യേകത കാണാം. മികച്ച സാഹിത്യ കൃതികളെയാണ് അദ്ദേഹം സിനിമയാക്കാൻ കൂടുതലും തിരഞ്ഞെടുത്തത്. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ ലളിതമായിരുന്നു. നല്ല കഥയുണ്ടെങ്കിൽ നല്ല സിനിമ ഉണ്ടാകും. P കേശവദേവ്, MT വാസുദേവൻ നായർ, തകഴി ശിവശങ്കരപ്പിള്ള, മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇങ്ങനെ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളായി മാറി. ഈ സമീപനമാണ് മലയാള സിനിമയ്ക്ക് സാഹിത്യ ഗൗരവം നൽകാൻ സഹായിച്ചത്. മലയാള സിനിമയിൽ മുമ്പ് അധികം പരീക്ഷിക്കാത്ത ഒരു വിഷയവുമായി KS സേതുമാധവൻ എത്തി. യക്ഷി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലിനെ ആസ്പദമാക്കിയ ഒരു സിനിമ. ഒരു കോളേജ് അധ്യാപകന്റെ മാനസിക തകർച്ചയും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദുരൂഹ സ്ത്രീയും. അവൾ ശരിക്കും യക്ഷിയാണോ അതോ നായകന്റെ മനസ്സിന്റെ സൃഷ്ടിയാണോ? ഈ ചോദ്യമാണ് സിനിമ മുഴുവൻ പ്രേക്ഷകനെ പിന്തുടരുന്നത്. ഇന്ന് നമ്മൾ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിളിക്കുന്ന സിനിമകളുടെ തുടക്കകാല മാതൃകകളിൽ ഒന്നായി യക്ഷി വിലയിരുത്തപ്പെടുന്നു. ഈ ചിത്രത്തിൽ സേതുമാധവൻ ഉപയോഗിച്ച ദൃശ്യഭാഷ അന്നത്തെ മലയാള സിനിമയിൽ വളരെ പുതുമയുള്ളതായിരുന്നു. വലിയ പശ്ചാത്തല സംഗീതം കൊണ്ട് ഭയം സൃഷ്ടിക്കുന്നതിന് പകരം നിശബ്ദത, ലൈറ്റിംഗ്, ക്യാമറയുടെ ചലനം, അഭിനേതാക്കളുടെ മുഖഭാവങ്ങൾ ഇവയിലൂടെയാണ് അദ്ദേഹം സസ്പെൻസ് സൃഷ്ടിച്ചത്. 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം മറ്റൊരു സുപ്രധാന സിനിമയായി. കുടുംബ ബന്ധങ്ങളും തലമുറകളുടെ ചിന്താഗതിയിലെ വ്യത്യാസങ്ങളും വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ച ചിത്രമായിരുന്നത്. വികാരങ്ങളെ അമിതമായി അവതരിപ്പിക്കാതെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ അവതരിപ്പിക്കുക, അതാണ്
ഇതാണ് കെ എസ് സേതുമാധവന്റെ ശൈലി. പാറപ്പുറത്തിന്റെ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം കഥ രചിച്ച സേതുമാധവൻ തിരക്കഥയൊരുക്കിയ ചിത്രം അരനാഴിക നേരം. സത്യൻ അവതരിപ്പിച്ച കഥാപാത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനയ പ്രകടനങ്ങളിലൊന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു. മരണത്തെ നേരിടുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ, ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ, കുടുംബ ബന്ധങ്ങളുടെ അർത്ഥം, ഇവയെല്ലാം അതീവ സൂക്ഷ്മമായി അവതരിപ്പിച്ച സിനിമ. ഈ ചിത്രത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വലിയ അംഗീകാരം ലഭിച്ചു. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ കെ എസ് സേതുമാധവന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ സാമൂഹിക സിനിമകളിലൊന്നാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിനെ ആസ്പദമാക്കിയ ചിത്രം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഒരുക്കിയത്. പക്ഷെ ഇത് രാഷ്ട്രീയ സിനിമ മാത്രമല്ല, അധികാരവും ആശയങ്ങളും തമ്മിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യന്റെ കഥ കൂടിയാണ്. ഈ ചിത്രത്തിൽ സത്യനും പ്രേംനസീറും ഷീലയും നൽകിയ പ്രകടനങ്ങൾ ഇന്നും പ്രശംസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ ശൈലി വ്യക്തമാകണമെങ്കിൽ 4 തരത്തിൽ പരിശോധിക്കപ്പെടണം. 1. അഭിനേതാക്കളുടെ സ്വാഭാവിക പ്രകടനം. 2. സാഹിത്യത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ സിനിമയാക്കൽ. 3. സാമൂഹിക വിഷയങ്ങളെ മുദ്രാവാക്യമാക്കാതെ മനുഷ്യരുടെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കൽ. 4. ക്യാമറയും എഡിറ്റിംഗും കഥയെ സേവിക്കുന്ന രീതിയിൽ ഉപയോഗിക്കൽ. ഇതുകൊണ്ടാണ് കെ എസ് സേതുമാധവന്റെ സിനിമകൾ ഇന്നും പഴകാത്തതായി തോന്നുന്നത്. അച്ഛനും ബാപ്പയും, ചട്ടക്കാരി, ഓപ്പോൾ ഈ സിനിമകൾ അദ്ദേഹത്തിന് ദേശീയ സംസ്ഥാന തലത്തിൽ വലിയ അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു. 1970കളുടെ തുടക്കത്തിൽ മലയാള സിനിമ അതിവേഗം മാറിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് വാണിജ്യ സിനിമകൾ, മറ്റൊരു വശത്ത് യാഥാർത്ഥ്യബോധമുള്ള പുതിയ സിനിമകൾ. ഈ 2 ലോകങ്ങൾക്കുമിടയിൽ ഒരു പാലം പണിത സംവിധായകനായിരുന്നു കെ എസ് സേതുമാധവൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ കലാമൂല്യമുള്ളവയായിരുന്നു, അതേസമയം പ്രേക്ഷകരെയും തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചു. അതുകൊണ്ടാണ് 1970കളെ പലരും സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1973 പുറത്തിറങ്ങിയ പണി തീരാത്ത വീട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കുടുംബ ചിത്രങ്ങളിൽ ഒന്നാണ്. വീട് എന്നത് വെറും കെട്ടിടമല്ല, അതിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങളും സംഘർഷങ്ങളുമാണ് യഥാർത്ഥ വീട്. ഈ ആശയമാണ് സിനിമയുടെ കാതൽ. MT വാസുദേവൻ നായരുടെ തിരക്കഥയും സേതുമാധവന്റെ നിയന്ത്രിത സംവിധാനവും ചേർന്നപ്പോൾ ചിത്രം വലിയ നിരൂപക പ്രശംസ നേടി. ഈ ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. സേതുമാധവന് കേരള സംസ്ഥാനം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. 1972 പുറത്തിറങ്ങിയ അച്ഛനും ബാപ്പയും ഇന്നും അത്ഭുതപ്പെടുത്തുന്ന സിനിമയാണ്. ഒരു ഹിന്ദു കുടുംബം, ഒരു മുസ്ലിം കുഞ്ഞ്, മതം, മനുഷ്യൻ, കുടുംബം, സ്നേഹം ഇവയെക്കുറിച്ച് വളരെ ധീരമായി സംസാരിച്ച സിനിമ. 50 വർഷം കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ പ്രമേയം ഇന്നും പ്രസക്തമാണെന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. ഈ ചിത്രത്തിന് ദേശീയ ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ച മികച്ച ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് ദേശീയ പുരസ്കാരം ലഭിച്ചു. അതിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനവും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. കെ എസ് സേതുമാധവന്റെ ഏറ്റവും ജനപ്രിയ സിനിമകളിലൊന്നാണ് ചട്ടക്കാരി. പമ്മന്റെ നോവലിനെ ആസ്പദമാക്കിയ ചിത്രം ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയുടെയും മലയാളി യുവാവിന്റെയും പ്രണയകഥയാണ് പറഞ്ഞത്. അന്നത്തെ മലയാള സിനിമയിൽ ഇത്തരമൊരു വിഷയം വളരെ ധീരമായിരുന്നു. സിനിമ വൻ വാണിജ്യ വിജയമായി. യുവതലമുറ അതിനെ ഏറ്റെടുത്തു, നിരൂപകരും പ്രശംസിച്ചു. ഇന്ന് കൾട്ട് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന മലയാള സിനിമകളുടെ പട്ടികയിൽ ചട്ടക്കാരിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. 1980 പുറത്തിറങ്ങിയ ഓപ്പോൾ പല നിരൂപകരും കെ എസ് സേതുമാധവന്റെ ഏറ്റവും പക്വമായ സിനിമയായി വിശേഷിപ്പിക്കുന്നു. MT വാസുദേവൻ നായരുടെ കഥയെ ആസ്പദമാക്കിയ ചിത്രം സ്ത്രീയുടെ ആത്മസംഘർഷം, കുടുംബ ബന്ധങ്ങൾ, ഉത്തരവാദിത്തം, സ്നേഹം ഇവയെല്ലാം അതീവ ലാളിത്യത്തോടെ അവതരിപ്പിച്ച സിനിമ. ഇവിടെ സേതുമാധവൻ വലിയ നാടകീയതയൊന്നും സൃഷ്ടിക്കുന്നില്ല, ജീവിതത്തെ ജീവിതം പോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ചിത്രത്തിന് കേരള സംസ്ഥാനം മികച്ച ചിത്രവും മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിച്ചു. കൂടാതെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 2ാം മികച്ച ഫീച്ചർ ഫിലിം എന്ന ബഹുമതിയും നേടി. കെ എസ് സേതുമാധവൻ മലയാളത്തിൽ മാത്രം ഒതുങ്ങിയ സംവിധായകനായിരുന്നില്ല. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഒഡിയ, സിംഹള ഭാഷകളിലും അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദേശീയ നേട്ടം എന്നത് 1990 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മറുപക്കം വഴിയായിരുന്നു. തമിഴ് സാഹിത്യകാരനായ ഇന്ദിര പാർത്ഥസാരഥിയുടെ ഉച്ചിവെയിൽ എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തിരക്കഥയും സംവിധാനവും നിർവഹിച്ചു. പാരമ്പര്യവും ആധുനികതയും അച്ഛൻ മകൻ ബന്ധവും കുറ്റബോധവും മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളും അതീവ പക്വതയോടെ അവതരിപ്പിച്ച ഈ ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടി. 1990 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫീച്ചർ ഫിലിം പുരസ്കാരം നേടിയ ആദ്യ തമിഴ് ചിത്രമായി മറുപക്കം മാറി. ഇതേ ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും കെ എസ് സേതുമാധവന് ലഭിച്ചു. കെ എസ് സേതുമാധവൻ നിരവധി കലാകാരന്മാർക്ക് അവസരം നൽകി. കമൽഹാസനെ മലയാളത്തിൽ നായകനായി അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ കന്യാകുമാരിയിലൂടെയായിരുന്നു. ജഗദീഷ് ശ്രീകുമാറിന്റെ ആദ്യ ചിത്രവും കന്യാകുമാരിയാണ്. സുരേഷ് ഗോപി ആദ്യമായി അഭിനയിച്ചത് ബാലതാരമായി ഓടയിൽ നിന്ന് എന്ന അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ നിന്നായിരുന്നു. കെ എസ് സേതുമാധവനെ അർഹിക്കുന്ന അംഗീകാരത്തോടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആദരിച്ചിട്ടുണ്ട്. 4 സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. കൂടാതെ 2009 കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടു. 2021 ഡിസംബർ 24 90-ാം വയസ്സിൽ ചെന്നൈയിലെ വസതിയിൽ കെ എസ് സേതുമാധവൻ അന്തരിച്ചു.
എന്നാൽ അദ്ദേഹം സൃഷ്ടിച്ച സിനിമകൾ ഇന്നും ഇന്ത്യൻ സിനിമാ പഠനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില സംവിധായകർ വിജയങ്ങൾ സൃഷ്ടിച്ചു, ചിലർ മികച്ച സിനിമകൾ സൃഷ്ടിച്ചു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമാണ് സിനിമയുടെ ഭാഷ തന്നെ മാറ്റിയത്. ആ അപൂർവ നിരയിൽ നിൽക്കുന്ന ഒരാളാണ് കെ.എസ്. സേതുമാധവൻ. അദ്ദേഹം സാഹിത്യത്തെ സിനിമയാക്കി, സിനിമയെ മനുഷ്യ ജീവിതത്തോട് കൂടുതൽ അടുപ്പിച്ചു. മലയാള സിനിമയ്ക്ക് ദേശീയ അംഗീകാരം നേടിക്കൊടുത്തു. പുതിയ അഭിനേതാക്കളെയും പുതിയ കഥ പറച്ചിൽ രീതിയെയും പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കെ.എസ്. സേതുമാധവനെ ഒരു മികച്ച സംവിധായകൻ എന്ന് മാത്രം വിളിക്കുന്നത് പോരാ. മലയാള സിനിമയെ ആധുനികതയിലേക്കും യാഥാർത്ഥ്യബോധത്തിലേക്കും നയിച്ച ശില്പികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതാണ് കെ.എസ്. സേതുമാധവൻ എന്ന ഇതിഹാസ സംവിധായകന്റെ മഹത്വം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.